സിനിമാ നടൻ സിദ്ദിഖിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു പോലീസ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ വക്കീലും മകൻ സഹിതം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വന്നു. നേരത്തെ അദ്ദേഹം കമ്മീഷണർ ഓഫീസിൽ ചെന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. ഏതായാലും ഇവിടെ വെച്ച് അതിൻ്റെ SP ആ അന്വേഷണ ഉദ്യോഗസ്ഥ ആയ SP-യും മറ്റേ പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. അടുത്ത 12-ാം തീയതി വീണ്ടും ഹാജരാകാനൂടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസിന് സുപ്രീം കോടതി 22-ാം തീയതി ജാമ്യക്കാര്യത്തിൻ്റെ കേസ് കേൾക്കും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ 22-ാം തീയതിക്ക് മുമ്പ് 2 പ്രാവശ്യം ചോദ്യം ചെയ്യാനുള്ള നീക്കം തന്നെയാണ്. ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞു 2.5 മണിക്കൂർ. ഇനി 12-ാം തീയതി വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചോദ്യം ചെയ്യൽ അവിടെ വെച്ച് പൂർത്തിയാക്കും. ഇനി പോലീസിന് കസ്റ്റഡിയിൽ വേണോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കറിയാം, പോലീസിന് ആളെ വിളിച്ചു വരുത്താം. 12-ാം തീയതി കഴിഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്താം. അല്ലെങ്കിൽ 22-ാം തീയതി കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അതിന് ശേഷവും വിളിച്ചു വരുത്താം. ജാമ്യം കൊടുത്താലും വിളിച്ചു വരുത്താം. അപ്പോൾ അതിന് സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കേസിനകത്ത് കസ്റ്റഡി ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നമാണ്. പോലീസ് അതാണ് സുപ്രീം കോടതിയെ ഉന്നയിക്കുന്നതെങ്കിൽ കസ്റ്റഡിയുടെ ആവശ്യം എന്ത്, അങ്ങനെ ആ ആവശ്യം എന്താണെന്ന് സുപ്രീം കോടതി പറയേണ്ടി വരുമ്പം അത് ചിലപ്പം പ്രതിയും അല്ലെങ്കിൽ അവരുടെ വക്കീലും അല്ലെങ്കിൽ പൊതുജനങ്ങളും അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സീൽഡ് കവർ പ്രൊസീഡിങ്സ് സുപ്രീം കോടതി കൊടുക്കണം. എന്താണ് 27 തെളിവ് നിയമത്തിൻ്റെ എവിഡൻസ് ആക്ടിൻ്റെ പഴയ ആ 27 അനുസരിച്ച് എന്താണ് അവർ റിക്കവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സീൽഡ് കവറിൽ സുപ്രീം കോടതി കൊടുക്കാം. അതേസമയം ഇപ്പം 2.5 മണിക്കൂറും 12-ാം തീയതി വീണ്ടും 2.5 മണിക്കൂർ 5-6 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്തതിൻ്റെ ആവശ്യകത പിന്നെയില്ല. അല്ലെങ്കിൽ മിനിമം ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ ഡയറക്ഷൻ കൊടുത്താൽ വരും. അത് 12-ാം തീയതി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മിച്ചം വല്ലതും ചോദ്യം ചെയ്യാനുണ്ടോ, വിശദീകരണം ആവശ്യമുണ്ടോ എന്നൊക്കെ പിന്നീട് ആലോചിക്കാനുള്ളൂ. അതേസമയത്ത് സുപ്രീം കോടതിയിലെ 22-ാം തീയതിയിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാകാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ക്വസ്റ്റ്യനിങ് കഴിഞ്ഞു. ഇനി പോലീസ് 27 എവിഡൻസ് ആക്ടിലെ 27 റിക്കവറി നടത്തുന്ന കാര്യത്തെപ്പറ്റി സുപ്രീം കോടതി പറയേണ്ടി വരും. അതിന് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാം. ജാമ്യം അനുവദിച്ചിട്ട് ഇത്രാം തീയതി ഫർദർ ക്വസ്റ്റ്യനിങ്ങിനും 27 റിക്കവറിക്ക് വേണ്ടിയിട്ട് പോലീസിൽ ഹാജരാകാൻ. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ അത് രാവിലെ 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞാൽ 6 മണി വരെ ആ 8 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം. അത് ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണെങ്കിലും ശരി, ഹാജരാകുന്ന സമയം ഒരു കസ്റ്റഡി തന്നെയാണ്. ആ സമയത്ത് ആ പ്രതിക്കോ അല്ലെ സാക്ഷികൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കസ്റ്റഡിയിൽ ഒരു മരണം ഉണ്ടായാൽ തന്നെ കസ്റ്റഡിയിൽ എത്താവും. അപ്പോൾ ആ ഒരു സമയത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണെങ്കിലും ശരി, പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ നോട്ടീസ് കൊടുത്ത് ഹാജരായിട്ടുണ്ടെങ്കിൽ ഹാജരാകുന്ന നിമിഷം മുതൽ അവിടുന്ന് വിടുന്നിടം വരെ കസ്റ്റഡി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും പോലീസിന്. അങ്ങനെ പ്രതിഭാഗം വാദിക്കാനും സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ സഹകരിക്കാം. അതുകൊണ്ട് ഒരു ദിവസം അല്ല 2 ദിവസം 10 മുതൽ 6 വരെ ഹാജരാകാനുള്ള നിർദ്ദേശം സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നീട് കേസിൻ്റെ സമയം കുറ്റച്ചാർജ് കൊടുത്ത ട്രയലിൻ്റെ സമയമാകുമ്പോൾ അത് വളരെ ദീർഘമായ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ 3 മാസം 6 മാസം കഴിഞ്ഞിട്ടേ ട്രയൽ വരാൻ സാധ്യതയുള്ളൂ. ഇതൊരു മൈനറിൻ്റെ കീഴിൽ വരുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഇത് ഡിസ്പോസ് ആവുള്ളൂ. അപ്പോൾ അത് കേസുകളിലെ പല സന്ദർഭങ്ങളിലും വീണ്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ആ ചാർജ് ഷീറ്റിൻ്റെ അല്ലെങ്കിൽ കൊടുത്ത ശേഷമുള്ള ട്രയലിൻ്റെ ഇടയ്ക്ക് വീണ്ടും പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അത് ട്രയലും നീളും. അതിന് പ്രതിക്ക് അവകാശമുണ്ട്. ഇപ്പം ദിലീപിൻ്റെ കേസിനകത്ത് 7 വർഷമായിട്ട്
പല പല പ്രശ്നത്തിനും ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോയി വന്ന് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ സാധ്യത കൂടുതലാണ്. ദിലീപിന്റെ കേസിലും അങ്ങനെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് ഈ രണ്ടാമത്തെ പ്രാവശ്യവും 12-ാം തീയതിയിലൂടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡി മാത്രമേ മിച്ചം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എത്ര ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യാമല്ലോ. അതുകൊണ്ട് പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞാൽ അതിന് തക്കതായ കാരണം വേണം. ആ തക്കതായ കാരണം എന്താണെന്ന് സീൽഡ് കവറിൽ സുപ്രീം കോടതിയെ അറിയിക്കണം. അത് സുപ്രീം കോടതിക്ക് ബോധ്യമായിപ്പെട്ടാൽ ജാമ്യം കൊടുക്കില്ല, ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അതിന് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ ആ പോലീസ് പറയുന്ന ആ 27 റിക്കവറിയുടെ മാനദണ്ഡം എത്രത്തോളം ഉണ്ട് എന്ന് സുപ്രീം കോടതി നോക്കിയിട്ട് അത് 10 to 6 PM ഇടയ്ക്ക് പോലീസിൽ ഹാജരായാൽ മതിയെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാം. ഏതായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ആ ഭയം അത്ര വേണ്ട. കാരണം കേസ് വളരെ സ്ട്രോങ് ആണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഹേമ കമ്മിറ്റിക്ക് വന്നിരിക്കുന്ന കേസുകളിൽ, അല്ലെങ്കിൽ അതിനുശേഷം വന്നിരിക്കുന്ന കേസുകൾ ഏറ്റവും സ്ട്രോങ് ആയ എവിഡൻസ് ഉള്ള ഒരു കേസ് തന്നെ സിദ്ദിഖിനെതിരായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ അന്വേഷണമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ അന്വേഷണം സഹകരിക്കുന്ന ഇടയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്തതിന് ഹാജരാകാനും അവർ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സിദ്ദിഖെ അങ്ങോട്ട് പോലീസിനെ അറിയിക്കായിരുന്നു, ഞങ്ങൾ സുപ്രീം കോടതിയിൽ ജാമ്യം നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ടെമ്പററി ജാമ്യം നിൽക്കുന്ന ആൾ എപ്പം വിളിച്ചാലും വരാം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ഇപ്പം വിളിച്ചത്. വീണ്ടും 12-ാം തീയതി വിളിക്കുന്നു. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇനി ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുന്നത് കാണുന്നത്.